നിങ്ങൾക്ക് ഭയങ്കര സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഷ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും നിങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ട്, അതായത് ഒരു സെയിം, ഇപ്പം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കറിയാണെന്ന് വിചാരിക്കുക. എപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഉപ്പിൻ്റെ അളവ്, മുളകിൻ്റെ അളവ്, ടെക്സ്ചർ ഒക്കെ പക്ക സെയിം പോലെ തന്നെ വരാറുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇൻ കേസ് എപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും സെയിം പോലെ തന്നെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കിങ്ങിൽ നിങ്ങളൊരു എക്സ്പേർട്ടാണ്. പക്ഷെ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നുണ്ടാക്കുന്ന കറി നാളെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കണം എന്നില്ല. ചില ഉപ്പ് കൂടുതലായിരിക്കാം, ഉപ്പ് കുറവായിരിക്കാം, ചിലപ്പോൾ മുളക് കൂടിപ്പോയിട്ടുണ്ടാകും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അതാണ് മനുഷ്യർ, അല്ലേ? കാരണം ഈ നമ്മൾ പൊതുവെ, ഞാനടക്കം എല്ലാ ആൾക്കാരും ഒരു പെർഫെക്റ്റ് പേഴ്സൺ, പെർഫെക്റ്റ് ഹോം മേക്കർ, അങ്ങനത്തെ ഒരു നമ്മുടെ ഒരു തലക്കെട്ടില്ലേ, അതിൻ്റെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മനുഷ്യന്മാരാണ്, റോബോട്ടുകളല്ല. നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമൊന്നുമില്ല. നമ്മൾക്ക് ഇന്നിപ്പം ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു, നാളെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അത്രയും, ചിലപ്പോൾ അതിനേക്കാട്ടിലും സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും, ചിലപ്പം ഒരു പൊടിക്ക് താഴെയായിട്ടായിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഈ റോബോട്ടൊക്കെ ആണെങ്കിലാണ് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ വല്ല ചിപ്പും, അവർക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും എല്ലാം ഒരേപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്ന സംഗതിയൊക്കെ അടിപൊളിയാണ്. പക്ഷെ നിങ്ങൾ അതിൻ്റെ മറ്റൊരു വശം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ചില ഫാമിലിയിലൊക്കെ ഉണ്ടല്ലോ, ചില ആൾക്കാർക്ക് ഭയങ്കര നിബന്ധനകളായിരിക്കും. എല്ലാ കാര്യങ്ങളും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അതിന് ഉപ്പും ഒക്കെ അളവ് കറക്റ്റ് ആയിരിക്കണം, എരിവ് കറക്റ്റ് ആയിരിക്കണം. വീടും പരിസരത്തിലൊക്കെ ഒരു തുള്ളി പോലും പൊടി ഉണ്ടാവാൻ പാടില്ല, പുല്ലുണ്ടാവാൻ പാടില്ല, മാറാല ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഗ്രാജുവലി അവിടെയുള്ള ഒരു വീട്ടമ്മ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ ആ ഒരു റൊട്ടീൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പം സീരിയസ്ലി അവർ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നു. കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ നല്ലപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടോ, അതായത് വേറൊരു സെക്കൻഡ് പേഴ്സൺ ഇതുപോലെ ഒരു നിബന്ധനയുള്ള ഒരാളാണ് കൂടെ ഉള്ളതെങ്കിലുണ്ടല്ലോ, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്യുകയോ ക്ലീൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ, നമുക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു പേടിയായിരിക്കും. കാരണം ഞാനത് ചെയ്യുമ്പം എനിക്ക് പക്കയായിട്ട് വരുമോ, ഞാൻ കറി ഉണ്ടാക്കി കഴിയുമ്പം ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കുമോ, വേവ് കറക്റ്റ് ആയിരിക്കുമോ, എരിവ് കൂടിപ്പോവോ കുറഞ്ഞു പോവോ, അങ്ങനെയുള്ള ഭയങ്കര പേടിയായിരിക്കും. അത് നമ്മുടെ ഭാഷയിൽ നമ്മളതിന് ചെറിയ തോതിലൊരു സ്ട്രെസ് എന്നൊക്കെ പറയും. നമ്മൾ ചിന്തിക്കേണ്ടതേ, നമ്മളുടെ ഡെയിലി ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമൊന്നുമല്ല നമ്മൾ അടിപൊളിയാവാം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക. ഈ പറയുന്ന പോലെ ഒരു ഹോം മേക്കറിൻ്റെ പെർസ്പെക്റ്റീവിൽ തന്നെ നമ്മൾ ഈ ഒരു സംഗതി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് ഓഫ് കോഴ്സ് ഇതൊരു ജാപ്പനീസ് കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. വാബി സാബി എന്നാണ് അതിൻ്റെ പേര് പറയുക. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഭംഗി വരുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾക്കതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, അതിലെന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും അതും മനോഹരമാണ്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റിലൂടെ മാത്രം നമ്മൾ സന്തോഷം കണ്ടെത്താനും സമാധാനം കണ്ടെത്താനും ശ്രമിക്കാതെ, എന്തെങ്കിലും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ കൂടെ നമ്മൾ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നിങ്ങളൊരു എക്സാമ്പിൾ എടുത്താൽ മതി. ഇപ്പോൾ ഒരു വളരെ ചെറിയ കുഞ്ഞുങ്ങളുള്ള ഒരു വീട്, ആ വീട്ടിൽ എത്രയൊക്കെ നമ്മൾ അടക്കി പറക്കി സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും ഇപ്പോൾ അമ്മ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അടിപൊളിയാക്കി വെച്ചു, ഒരു മിനിറ്റ് വേണ്ട, ചിലപ്പോൾ സെക്കൻഡുകൾ മാത്രം മതി, അത് വൃത്തിയാക്കിയിട്ട് തിരിഞ്ഞു പോകുമ്പോഴത്തേക്കും അവിടെയുള്ള കുട്ടി പിന്നെയും സാധനങ്ങളൊക്കെ പഴയ പോലെ ആക്കിയിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അവിടെ വീട് അലങ്കോലമായിട്ടാണ് കിടക്കണേ. അലങ്കോലമായിട്ടാണ് വീട് കിടക്കുന്നതെന്ന് കരുതിയിട്ട് അവരുടെ വീട്ടിൽ സന്തോഷം സമാധാനം ഇല്ല എന്നുണ്ടോ? ഒരിക്കലുമല്ല. അപ്പോൾ എങ്ങനെയൊക്കെ വീട് അലങ്കോലമായിട്ട് കിടന്നാലും നമ്മൾക്ക് സന്തോഷം കണ്ടെത്തേണ്ടത് ഒരിക്കലും ആ വീട് വൃത്തിയായി എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കരുത്. ചിലപ്പോൾ ആ ഒരു കുട്ടി അവിടെ ഉള്ളത് കൊണ്ട് ആ കുട്ടി ചിലപ്പോൾ അവിടെ അലങ്കോലമായിട്ട് ഇടണു, പക്ഷെ ആ കുട്ടി തരുന്ന ഹാപ്പിനെസ് വേറെയാണ്. വീട് അലങ്കോലമായിട്ട് കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എത്ര വലിയ അടിപൊളി കുക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ചില ദിവസങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഉപ്പൊക്കെ കൂടിപ്പോവും, ഉപ്പൊക്കെ കുറഞ്ഞു പോവും, എരിവ് കൂടിപ്പോവും. അതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യരല്ലേ പിള്ളേന്നൊക്കെ പറയുന്ന പോലെ. ചിലപ്പോൾ ഒരു ദിവസം അവർ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും കുക്കാക്കുന്നുണ്ടാവുക, അന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡ് വരും. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾക്ക് ഈ മനുഷ്യന്മാർക്ക് സങ്കടവും
സന്തോഷമൊക്കെ മിശ്രിതമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയില്ലേ. ഇപ്പോൾ ഒരു ദിവസം അത്ര മൂഡ് അത്ര ശരിയല്ലാത്തൊരു ദിവസമാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എപ്പോഴത്തെയും പോലെ അടിപൊളിയായിട്ട് വരുമൊന്നുമില്ല. അതൊക്കെ എല്ലാവരും വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ തനിയെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ മനുഷ്യന്മാരാണ്, എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. പക്ഷെ ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. ചില ആൾക്കാരുണ്ട്, അവർക്ക് ഒരു ദിവസം എല്ലാ ദിവസവും അവർ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ദിവസം അവർക്ക് അത്ര പെർഫെക്റ്റായിട്ട് സംഭവം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അവർക്ക് സ്വയമേ തന്നെ ഇങ്ങനെ ഒരു സ്ട്രെസ്സ് വരും. ദൈവമേ, ഞാനിന്ന് ചെയ്തത് ശരിയായില്ലല്ലോ, എൻ്റെ വീടൊക്കെ കിടക്കണ കണ്ടോ, എന്ത് അലമ്പായിട്ടാണ് കിടക്കണം, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിലിപ്പോൾ വയ്യായിക വരുമ്പോഴേക്കായിരിക്കാം. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ എല്ലാ കാര്യങ്ങളും എപ്പോഴും നമുക്ക് പെർഫെക്റ്റായിട്ടൊന്നും ഇരിക്കുകയൊന്നുമില്ല. പിന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കുറേ ആൾക്കാരുടെ ഈ ഒരു വീഡിയോസൊക്കെ കണ്ടുണ്ടല്ലോ, അവരുടെ മനസ്സിൽ അതാണ് ഒരു പെർഫെക്റ്റ് വീട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഹോം മേക്കർ എന്ന് പറയുന്നത്. ഒരിക്കലല്ല കേട്ടോ മക്കളെ. ഞാനടക്കം ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും നമ്മുടെ നല്ല കാര്യങ്ങൾ, അതായത് ക്ലീൻ ആയിട്ടിരിക്കുന്ന വീട് അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ അങ്ങനത്തെ സംഗതികൾ മാത്രമൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോയുടെ പറയുള്ളൂ. അതിനപ്പുറം നമുക്കൊരു സംഗതിയൊക്കെ ഉണ്ട്. അതായത് ഞാനെപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീട് എപ്പോഴും ഭയങ്കര സൂപ്പറായിട്ടൊന്നുമല്ല കിടക്കുക, അലമ്പായിട്ട് കിടക്കുന്ന എത്രയോ ഇതൊക്കെ ഉണ്ട്. പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്ത് അലമ്പായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ. അതുകൊണ്ട് വീടൊക്കെ ഭയങ്കര വൃത്തിയാക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കും. എല്ലാവരുടെയും വീട് പോലെ തന്നെയാണ്. പിന്നെ എൻ്റെ നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റ് നാട്ടിലെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ മാറാൽ പിടിച്ച സ്ഥലങ്ങളുണ്ട്, അവിടെയും പൊട്ടലും ചീറ്റലും വന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതാണ് ശരിക്കും ഒരു വീടെന്ന് പറയുന്നത്. അല്ലാതെ എപ്പോഴും ഭയങ്കര ഫുൾ പെയിൻ്റ് അടിച്ച് ഫുൾ വൃത്തിയായിട്ട് ഒരു പൊടി പോലും ഇല്ലാണ്ട് അങ്ങനെ അടുക്കും ചുറ്റോടും കൂടെ കിടക്കുന്നത് മാത്രമൊന്നുമല്ല വീട്. പിന്നെ ഇതിലൊരു മൂന്നാമത്തെ ഒരു സംഭവം പറയുന്നത് ഇൻകംപ്ലീറ്റ്നെസ് ആണ്. അതായത് ഈ പറയുന്ന പോലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ചില ആൾക്കാർക്ക് ഉണ്ട് എത്ര വയ്യായിക വന്നാലും ഇപ്പം അലക്കാൻ കുറച്ച് ഡ്രസ്സ് കിടക്കുന്നുണ്ട്, അത് ഇന്ന് തന്നെ അലക്കി വെക്കണം, ഇന്ന് തന്നെ മടക്കി വെക്കണം. അങ്ങനെ കുറേ നിബന്ധനകളുള്ള ആൾക്കാർ, അങ്ങനെ ഓൾറെഡി അവരുടെ ഉള്ളിലും ചുറ്റുമുള്ള ആൾക്കാർക്കും അങ്ങനത്തെ ഒരു നിബന്ധന ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് അവർക്ക് തരുന്നത് സമാധാനമല്ല, സ്ട്രെസ്സാണ്. ഒരു വയ്യായിക വരുന്ന ദിവസം പോലും അവരുടെ ഹെൽത്ത് നോക്കാതെ ഇതൊക്കെ ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല. ഈ ഒരു ദിവസം വയ്യായിക വരുമ്പോൾ ഇന്ന് അലക്കേണ്ട തുണികൾ നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചാലും അത് ഓക്കെയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരോ ഒരു പ്രോഗ്രസ്സിൽ കൂടെ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് തീരുന്ന സംഗതിയൊന്നുമല്ല. ഇങ്ങനെ ഘട്ടമായി പോയി ഒരു ദിവസം അങ്ങ് എൻഡാവും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു എല്ലാ സാധനങ്ങളും ഇന്ന് തന്നെ ഫിനിഷ് ആക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. നമുക്ക് വയ്യായികകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ അത് മുഴുവിപ്പിക്കാതെ നാളത്തേക്ക് മാറ്റി വെക്കുന്നതും അതും ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഇപ്പോൾ കുറേ നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും അവരൊക്കെ മിക്ക ആൾക്കാരും യൂസ് ആക്കുന്നത് ഭയങ്കര ട്രെൻഡി മോഡേൺ ആയിട്ടുള്ള കുറേ ഡ്രസ്സുകൾ അല്ലെങ്കിൽ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവർ ഭയങ്കര സൂപ്പറായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും യൂസ് ആക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മളത് കണ്ട് നമ്മുടെ മൈൻഡിൽ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ വീട്ടിൽ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് അടിപൊളിയാവുക. എൻ്റെ വീട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു അടിപൊളി വീടാവുന്നത് അതേപോലത്തെ ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ, ഭംഗിയുള്ള സാധനങ്ങൾ, മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഒക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് നമ്മുടെ വീടൊക്കെ സൂപ്പർ ആവുക, പെർഫെക്റ്റ് ആവുക. ഒരിക്കലും അല്ല കേട്ടോ, നമുക്കൊന്നും അവരുടെ ലൈഫ് അറിയില്ല. ഈ വീഡിയോയിൽ നേരത്തെ ഞാൻ പറയുന്ന പോലെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ അവർ കാണിക്കുകയുള്ളൂ. നമ്മുടെ വീട് എത്ര പൊട്ടിയതാണെങ്കിലും പഴകിയതാണെങ്കിലും അഴുക്കാണെങ്കിലും അതിൽ നമ്മൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുമ്പോഴാണ് അടിപൊളിയാവുക.